ഇന്ത്യയുമായി വളരെയധികം അടുത്ത ബന്ധമുണ്ടായിരുന്ന ചെറുദ്വീപുകളുടെ ഒരു സമുച്ചയമാണല്ലോ. അപ്പോൾ ആഴമേറിയ അടുപ്പം ഉണ്ടായിരുന്നു. ഈ 88-ൽ മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടന്നപ്പോൾ ഓപ്പറേഷൻ കാക്ടസിലൂടെ ഇന്ത്യ അത് അടിച്ചമർത്തിയിട്ടുണ്ട്. 2004 സുനാമി നേരത്തെ സുജയ് ചൂണ്ടിക്കാണിച്ച പോലെ 2014 ശുദ്ധജല വിതരണ പ്രതിസന്ധിയിൽ അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2020 കോവിഡ് കാലത്തും അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഇന്ത്യ സഹായിച്ചു എന്ന് മാത്രമല്ല, സൈനിക മേഖലയിലും അടിസ്ഥാന സൗകര്യ മേഖലയിലും ഒക്കെ ഇന്ത്യയുടെ സഹായം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നിക്ഷേപം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് ചൈന എത്തുകയും ചൈന കരുത്ത് കാട്ടാൻ ശ്രമിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അത് ഒരു അവസരമാക്കി എടുക്കുന്നത്. മുയ്സുവിന് നേരത്തെ തന്നെ ഇന്ത്യ വിരോധമുണ്ട്. അത് മുസ്ലിം വിരുദ്ധമായ നിലപാടുകളാണ് ഇപ്പോഴത്തെ സർക്കാർ എടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദമായി ഉയർത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രയേലിനെ അനുകൂലിക്കുന്നതിനെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നത്. ഇത് പക്ഷേ മുയ്സിന്റെ കാലത്ത് മാത്രം തുടങ്ങിയതല്ല. 2013-2018 കാലത്തിൽ ഇദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന അബ്ദുൾ യമീന്റെ കാലത്ത് തന്നെ ഇന്ത്യ വിരോധം കുറച്ച് തുടങ്ങിയിരുന്നു. പക്ഷേ പൂർണ്ണമായും ഇന്ത്യയെ തള്ളുന്ന ഒരു നിലപാടെടുത്തിരുന്നില്ല. വിമർശനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മാലദ്വീപിൽ ഈ മുഹമ്മദ് സോലിഹിന്റെ കാലത്ത് എത്തിയ സൈനികരെ തിരിച്ചു വിളിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സമുദ്ര നിരീക്ഷണത്തിൽ മാലദ്വീപ് സൈനികരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് 75 സൈനികർ അവിടെ തുടർന്നിരുന്നത്. അവരെ തിരിച്ചു വിളിക്കൂ, അവരിനി ഇവിടെ തുടരേണ്ട എന്നൊരു നിലപാട് ഇപ്പോൾ മുയ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബന്ധം പൂർണ്ണമായും മോശമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ബന്ധം മോശമാകുമ്പോൾ അത് ആർക്കാണ് ദോഷം ചെയ്യുക എന്നുള്ളിടത്ത് സ്വാഭാവികമായ ചെറുദ്വീപുകൾക്ക് തന്നെയാണ് ദോഷം വരിക. ഇപ്പോൾ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. മാലദ്വീപിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ടൂർ പാക്കേജുകൾ, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് റദ്ദാക്കിയിട്ടുണ്ട്. ഇതോടെ ഈ ഗ്രൂപ്പിന്റെ ഓഹരി വില ഇന്ത്യൻ വിപണിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട്. ഇത് ഒരു തരത്തിൽ സമ്മർദ്ദത്തിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവർ അതിലാണല്ലോ നിലനിൽക്കുന്നത്. ഒറ്റയടിക്ക് 17 ലക്ഷം ആൾക്കാർ. അതെ, ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത്. 2,91,098. GDP-യുടെ 28% സംഭാവന ചെയ്യുന്നത് ടൂറിസമാണ്. അതിൽ 60% വിദേശ നാണയ വിനിമയം ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായും അവർ ആശ്രയിക്കുന്നത് നമ്മളെ ആകുമ്പോൾ ഈ രൂപത്തിൽ കടുത്ത നിലപാടിൽ നിൽക്കാൻ പറ്റും. ചൈനയുടെ പിന്തുണയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ലക്ഷദ്വീപിലേക്ക് വരാൻ പറയുമ്പോൾ ഈ പോകുന്ന റഷ്യക്കാരിൽ കുറച്ചുപേർ ലക്ഷദ്വീപിലേക്കും വരും. അതെ, ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാട് അവർ മാറ്റുകയും ചൈന ഫസ്റ്റ് എന്നാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു മുയ്സ്. അപ്പോൾ അത് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകും, ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾ ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു, നമ്മളോട് എത്രത്തോളം പിന്തുണയോടെ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ പ്രധാനമാണ്. ഇപ്പോൾ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പദ്ധതികളുണ്ട്. അതിനെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ മുഖച്ഛായ മാറ്റുന്നു. അവിടുത്തെ ജനങ്ങളെ, പ്രദേശവാസികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള മറ്റൊരു വിഷയമായി അവിടെ നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് പ്രഫുൽ കോട പട്ടേൽ, അദ്ദേഹം പണ്ട് ബിൽഡറായിരുന്നു അല്ലേ, പൊളിറ്റിക്കൽ കോർപ്പറേറ്റ് ആണ് അദ്ദേഹമാണ്, ഗുജറാത്ത്. അപ്പോൾ അവിടുത്തെയാണ് അഡ്മിനിസ്ട്രേറ്ററായി ഇപ്പോൾ പ്രഫുൽ കോട എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് അവിടെ പ്രത്യേക പദ്ധതികളുണ്ട്. ലക്ഷദ്വീപിന് മാലദ്വീപിന് പകരമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഉയർത്തുക എന്നുള്ള ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ മാലദ്വീപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന നടപടി നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. Meet the editors.